പല ആപൽ കട്ടകളിൽ പിന്നെ ചേർത്ത് പിടിച്ചാണ് ദിലീപേട്ട. പിന്നെ ഞാൻ ആരും മൈൻഡ് ചെയ്യാതിരിക്കുന്ന കുറേ സമയങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. എന്നിട്ട് അവിടെ ഇരുത്തി എൻ്റെ അടുത്ത് സംസാരിച്ച് ഓരോ കാര്യങ്ങളും നീ വിഷമിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ വ്യക്തിയാണ്. കാരണം ഞാൻ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ സിനിമയിൽ തന്നെ. അപ്പോൾ അത്രയും പൈസ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അപ്പം വിട്ടേക്കണം, അതെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചില സമയം നമ്മൾ നാട്ടിലൊക്കെ പറയില്ലേ നമ്മുടെ കുറുനാക്ക് ഇറങ്ങി പോണ അവസ്ഥ എന്ന് പറയില്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞ മെട്രോ എന്നൊരു പടം ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടമായിരുന്നു. ആ പടമാണ് എനിക്ക് നിവിനും സെക്കൻഡ് ഒരു പടം. അവിടെ നിന്നോളം പറഞ്ഞിട്ട് ദിലീപേട്ടൻ തന്ന പടം. വെറുതെ നിന്നോളം പറയുമല്ല ചെയ്തത്, നിന്നോളം പറഞ്ഞിട്ട് പടം തന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, എല്ലാം പോയി. ദിലീപേട്ടനൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൂടാ. ദിലീപേട്ടൻ നമ്മുടെ ചേട്ടനാണ്. എവിടെ കണ്ടാലും ഏത് തിരക്കിൻ്റെ ഇടയിൽ കണ്ടാലും അടുത്ത് വിളിച്ചൊന്ന് നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് സുഖമല്ലേടാന്ന് ചോദിക്കുന്ന സ്നേഹം ഇന്ന് മലയാള സിനിമയിൽ ഒന്നും അല്ലാത്ത ചില നടന്മാർ പോലും വിളിക്കുമ്പോൾ അവരെ മാനേജർ എടുക്കും, അവരെടുക്കും, ഇവരെടുക്കും, കുറേ സംഭവങ്ങളാണ്. ദിലീപേട്ടനൊക്കെ ജസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ ദിലീപേട്ടൻ നമ്മളെ വിളിച്ച് നമ്മളെ ഇരുത്തി, ദിലീപേട്ടൻ നമ്മളെ തൊട്ടടുത്ത് വന്നിരുന്നു. നാളെ എപ്പോഴെങ്കിലും ഒരു കോള് നിന്റെ കഥയൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞ് വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സംഭവിച്ചു പോയൊരു സിനിമയാണ് നീലരാത്രി. അല്ലാതെ നമ്മൾ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഡിസംബർ 29 ഈ വർഷത്തെ വൺ ഓഫ് ദ ലാസ്റ്റ് റിലീസ് ആവുന്നത് നീലരാത്രി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഡയറക്ടറായിട്ടുള്ള അശോകേട്ടനും ഭഗത് മേനോനാണ്. വെൽക്കം. ഈ സംഭാഷണം അല്ലാണ്ട് സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ പ്രധാനമായിട്ടും 2 പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് അതിൽ ഇമോഷൻസ് കൺവേ ചെയ്യണം, 2 അതിൻ്റെ ബീജ്. സോ ഈ 2 പോർഷൻസിലേക്ക് ശരിക്കും എത്രത്തോളം കോൺഷ്യസ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പ്രോസസ്സിൽ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഡയലോഗില്ലാത്ത സിനിമ ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ ചെയ്ത സിനിമയല്ല നീലരാത്രി. ആക്ച്വലി അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിൽ വന്നപ്പോൾ ഞാൻ എഴുതിയ സിനിമകൾ തന്നെയാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത്, ചെയ്തതും ഇപ്പോൾ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതിനെ ഒരു പരിവപ്പെടുത്തി നമ്മുടെ മനസ്സിൽ സെറ്റാക്കി എടുത്തിട്ട് എഴുതാനിരിക്കുമ്പോൾ നമുക്കത് എഴുതി വരുമ്പോൾ ആവശ്യമുള്ളിടത്ത് നമുക്ക് ഡയലോഗ് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ എന്നാ ഒരു ഡയലോഗ് എഴുതി വെക്കാം എന്ന് പറയുന്നൊരു സാധനം എനിക്ക് പറ്റില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. അപ്പോൾ അങ്ങനെ എഴുതി വന്നപ്പോൾ ഇതിൽ ഡയലോഗ് ഇല്ലാതെ തന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ കുറേ ഒരു 8 സീൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോലും റിയലൈസ് ചെയ്യുന്നത് ഇതിലാരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സംഭവം. പക്ഷെ അത് പറയാൻ തന്നെ കൺവേ ആയി പോകുന്നു. വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അത് ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനോടൊക്കെ കൊടുത്തിട്ട് എൻ്റെ അസോസിയേറ്റ്സ് ഒക്കെ വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് കൺവേ ആവുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്തോറും അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് പെർഫോമൻസിലേക്കാണെന്ന് ഞാൻ തന്നെ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഒരു പ്രോഗ്രസ് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ സ്വയം മനസ്സിലാക്കിയ കാര്യമാണ്. അങ്ങനെ സംഭവിച്ചു പോയൊരു സിനിമയാണ് നീലരാത്രി. അല്ലാതെ നമ്മൾ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല ഒരു ഡയലോഗ് ഇല്ലാത്ത മൂവി എഴുതി സംവിധാനം ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടുമില്ല. ഞാൻ ചെയ്ത സവാരി എന്നുള്ള സിനിമ ഇതിനു മുന്നേ ഒരുപാട് ശബ്ദകോലാഹലങ്ങളും തൃശ്ശൂർ പൂരവും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. ഭയങ്കര ലൗഡ് മൂവിയാണ്. ഇത് ഇങ്ങനൊരു സംഭവം വരുന്നത് നമ്മൾ പ്രതീക്ഷ ചെയ്തതല്ല. അത് ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് ഹാപ്പൻഡ്. മൂവീസ് ഓൾവേസ് ഹാപ്പനിങ്. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത മൂവീസ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ മൂവിയും നടക്കില്ല. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നു ചേർന്നൊരു മൂവിയാണ്. അങ്ങനെ ആ കഥയിലേക്ക് വന്നു ചേർന്ന മൂവിയാണ്. ഇപ്പോൾ കമൽഹാസന്റെ പുഷ്പവിമാനം എന്ന് പറയുന്ന സിനിമയുടെ അപ്പോൾ അതിന് ലാംഗ്വേജ് ഇല്ലെന്നാ പറയാം. മീൻസ് ഇതാകുമ്പോൾ ഇമോഷൻസ് കണ്ടുമ്പോൾ അപ്പോൾ എളുപ്പമായിരുന്നു ശരിക്കും ഈ ഒരു പ്രോസസ്സ്. നമുക്ക് സംഭാഷണമില്ലാന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് സിനിമയുടേതായ ഒരു ലാംഗ്വേജ് ഉണ്ട്. ഈ സിനിമയ്ക്ക് സിനിമയുടെ ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പടം എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കൊരു വലിയ ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ള പരിപാടിയാണ് നമുക്കുണ്ട്. അതാണ് ഇപ്പോൾ വരെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത് ഈ പടത്തിലും പിന്നെ വലിയൊരു താങ്ക്സ് ഉണ്ട് ഇങ്ങനത്തെ ഒരു സാധനം എന്നെ ഏൽപ്പിച്ചത്. പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ? തീർച്ചയായിട്ടും. ഏതെങ്കിലും സീൻ ഇങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട്, കാരണം ഡയലോഗ്സ് എല്ലാം നമുക്ക് കൺവേ ചെയ്യുന്ന സീൻ നമ്മൾ നോട്ടം അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ഇതിലോട്ടൊക്കെ മാറുമല്ലോ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ചെയ്താൽ അതിലെങ്ങനെ ആക്ടിങ് പ്രോസസ് ശരിക്കും ഫസ്റ്റ് ടൈം അല്ല അങ്ങനെ മുമ്പായിട്ടില്ല അഭിനയിച്ചിട്ടില്ലെന്നോ? ഇല്ല. എങ്ങനെ ശരിക്കും അതിന്റെ പ്രോസസ് അല്ല ഈ സിറ്റുവേഷനാണ് ഇതിൻ്റെ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ. ചില സമയങ്ങൾ നമ്മൾ നാട്ടിലൊക്കെ പറയില്ലേ നമ്മുടെ കുറുനാക്ക് ഇറങ്ങി പോണ അവസ്ഥ എന്ന് പറയില്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞ അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു ഈ സിനിമ പറയുന്ന ആ കഥ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവിടെ അധികം സംസാരങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ എഴുതി വന്നപ്പോൾ
ആ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ ആരും സംസാരിക്കില്ല, അങ്ങനത്തെ ഒരു കഥയാണ് പറയണത്. അതാ പിക്ക് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് വളരെയധികം എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഇപ്പൊ ദിലീപേട്ടനായിട്ട് എങ്ങനെയാ നല്ല ഫ്രണ്ട്ഷിപ്പ്? ഉറപ്പായിട്ടുണ്ട്. ദിലീപേട്ടനോട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൂടാ. ദിലീപേട്ടൻ നമ്മുടെ ചേട്ടനാണ്. ദിലീപേട്ടനായിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഒരു ആ കെയർ ഉണ്ട്. എവിടെ കണ്ടാലും ഏത് തിരക്കിൻ്റെ ഇടയിൽ കണ്ടാലും അടുത്ത് വിളിച്ചൊന്ന് നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് സുഖമല്ലേടാന്ന് ചോദിക്കുന്ന സ്നേഹം ഇപ്പോഴും ഉണ്ട്. അത് വലിയ സന്തോഷം. ദിലീപേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചക്കരമുത്ത് എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് എൻ്റെ നാട്ടിൽ വന്ന സമയത്ത്. അന്ന് ഞാൻ സിനിമയായിട്ടൊരു ബന്ധമില്ല. അന്ന് മറന്നുപോ പൂമകളെ എന്നുള്ള പാട്ടിന്റെ ഷൂട്ട് നടക്കുന്നത് എൻ്റെ നാട്ടിലാണ്. ആ സമയത്ത് ലോഹി സാർ ഡയറക്റ്റ് ചെയ്യുന്നതും ദിലീപേട്ടൻ അഭിനയിക്കുന്നതൊക്കെ ഞാൻ ദൂരെ നിന്ന് മാറി നിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ സവാരി എന്നുള്ള സിനിമയിലേക്ക് എനിക്ക് ദിലീപേട്ടനെ കൊണ്ടുത്തരില്ല, എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് രജപുത്ര രഞ്ജിത്തേട്ടനാണ്. രഞ്ജിത്തേട്ടൻ വിളിച്ചു പറഞ്ഞ പ്രകാരം ഞാൻ ദിലീപേട്ടനെ കമ്മാര സംഭവത്തിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് കാണുമ്പോൾ എനിക്ക് ദിലീപേട്ടനെ പറ്റി പറയുമ്പോൾ പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട്. കാര്യം ഇന്ന് മലയാള സിനിമയിൽ ഒന്നും അല്ലാത്ത ചില നടന്മാർ പോലും വിളിക്കുമ്പോൾ അവരെ മാനേജർ എടുക്കും, അവരെടുക്കും, ഇവരെടുക്കും, കുറേ സംഭവങ്ങളാണ്. ദിലീപേട്ടനൊക്കെ ജസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ ദിലീപേട്ടൻ നമ്മളെ വിളിച്ച് നമ്മളെ ഇരുത്തി, ദിലീപേട്ടൻ നമ്മളെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ സവാരിയുടെ സബ്ജക്റ്റ് മൊത്തം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദിലീപേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞാൻ ചെയ്യണമല്ലോ, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് നമുക്ക് ചെയ്യാം, നീ എനിക്ക് ഇത്തിരി സമയം തരണം, കുറച്ച് തിരക്കുകളുണ്ട്. ഞാൻ ചേട്ടൻ പറയുന്ന സമയത്ത് ചെയ്യാം. അന്ന് തുടങ്ങിയ റിലേഷനാണ്. ഏത് തിരക്കിൻ്റെ ഇടയിൽ കണ്ടാലും അടുത്ത് വിളിച്ച് ഒന്ന് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹം എപ്പോഴും ദിലീപേട്ടനുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ നേരത്തെ പറയുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ആരാധിക്കുന്ന ചില സ്റ്റാറുകൾ അങ്ങനെയുണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ വേണ്ടി മനസ്സിലൊരു കഥ ഉണ്ടാവും നമ്മൾ പറയും. കാരണം ഒരു മേക്കർ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ് അവരോട്. അപ്പൊ ഒരു കഥയുണ്ട്. അപ്പൊ ദിലീപേട്ടന് വേണ്ടി ഒരു കഥയുണ്ട് ശരിക്കും? ഉറപ്പായിട്ടും ഉണ്ട്. ചില രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഭാഗ്യം ഉണ്ടെങ്കിൽ അത് നടന്നേക്കാം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് എൻ്റെ ഭാഗ്യമാണ്. അത് നടന്നാൽ എൻ്റെ മാത്രം ഭാഗ്യമാണത്. ദിലീപേട്ടനെ സമയത്തുള്ള ഒന്നുമല്ല, എന്നെ സംബന്ധിച്ചുള്ള അത് നടന്നാൽ എൻ്റെ മനസ്സിലൊരു ദിലീപേട്ടൻ്റെ ഒരു സബ്ജക്റ്റ് എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ ചെറിയ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സമയം അദ്ദേഹത്തിൻ്റെ തിരക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഒരു കോള് നിന്റെ കഥയൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞ് വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ പറഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ചെയ്യാണ് എന്നാണ് അതിൻ്റെ ഒരു കാര്യം? ചെയ്യാണെന്ന് ഞാൻ ഒരു കുഞ്ഞു ക്യാരക്ടറേ ഉള്ളൂ. എല്ലാരും ക്യാമറ എന്നാ പറഞ്ഞത്. അപ്പോ പരിപാടി കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു തിരിച്ച് പോയപ്പോ? ആശാൻ എന്ത് പറയും? ഭയങ്കര സന്തോഷമല്ലടാ ആ സെറ്റിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക്. പിന്നെ നമ്മളങ്ങ് ഒരു ഫ്രീ ആവും, ഭയങ്കര സുഖ. ഇനിയിപ്പോ ദിലീപേട്ടനെ പറ്റി പറയുമ്പോൾ ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യം മാത്രമല്ല, അതിനുശേഷവും പല ആബൽ കട്ടകളിൽ പിന്നെ ചേർത്ത് പിടിച്ചാണ് ദിലീപേട്ട. പിന്നെ ഞാൻ ആരും മൈൻഡ് ചെയ്യാതിരിക്കുന്ന കുറേ സമയങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ മൂവാറ്റ വീട്ടിലായിരുന്ന കുറച്ച് സമയത്ത് ദിലീപേട്ടൻ ഒരു തൊടുപുഴ ഷൂട്ട് നടക്കണം. അപ്പോൾ ദിലീപേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ എവിടെയുള്ള എനിക്കൊന്ന് കാണണം. അപ്പോൾ എൻ്റെ ഫാമിലിപരമായിട്ട് എനിക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ നടക്കുന്ന സമയം വീട്ടിൽ വരാൻ പറഞ്ഞിട്ട് ഞാൻ ചെന്നു. അപ്പോൾ ഞാനകത്തേക്ക് കയറ്റി എന്നോട് പറഞ്ഞു ബാക്കി എല്ലാവരും പുറത്തിറങ്ങാൻ, എല്ലാവരും പുറത്തിറങ്ങാം. അപ്പോൾ ഞാൻ ഇതിനെ തല്ലാനാണ് ഈശ്വരൻ, എന്തെങ്കിലും ഞാൻ പുറത്തിറങ്ങി കാണിച്ചിട്ടേ. അപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. എന്നിട്ട് അവിടെ ഇരുത്തി എൻ്റെ അടുത്ത് സംസാരിച്ച് ഓരോ കാര്യങ്ങളും നീ വിഷമിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ദിലീപേട്ടൻ. എന്നിട്ട് ഇന്ന് വരെ എല്ലാം എപ്പോൾ വിളിച്ചാലും ദിലീപേട്ടൻ്റെ ഒരു റെസ്പോണ്ട് ഉണ്ടാവും. നമുക്കൊരു ചേട്ടൻ അങ്ങനെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ട്. അതുപോലെ ജേട്ടനായാലും എനിക്ക് ഒത്തിരിയേറെ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആളാണ് ജേട്ടൻ. അതുപോലെ ചാക്കോച്ചായാലും എല്ലാവരും. പിന്നെ മറ്റന്മാരെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. അതിപ്പോ വിനീതനെ കുറിച്ച് ഇപ്പോ അജുവേട്ടൻ ഒരിക്കലും എഴുതിയിട്ടുള്ള സംഭവമാണ്. അതായത് ഞാൻ ഈ മലർവാട്ടിൽ ഷൂട്ട് തുടങ്ങുന്ന ദിവസം എൻ്റെ അച്ഛനമ്മേനെയും കൊണ്ടിങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനിങ്ങനെ പറയാണ് എൻ്റെ മോനെ നോക്കിക്കോണം എന്നിങ്ങനെ അജുവേട്ടൻ്റെ അപ്പനമ്മേനെ പറയാണ്. അപ്പോൾ വിനീതേട്ടൻ ഇങ്ങനെ പറയാം, അതായത് കൊച്ചുകുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന ആദ്യത്തെ ദിവസം പോലെയാണ് എനിക്കന്ന് ഫീൽ. അന്ന് ഞാൻ തന്നെ റെസ്പോൺസിബിൾ ആയ പോലെ തോന്നി. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ഒരു കാരണം ഞാൻ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ സിനിമയിൽ തന്നെ. അപ്പോൾ അത്രയും പൈസ കൊണ്ടൊക്കെ അങ്ങോട്ട് അപ്പം വിട്ടേക്കണം. അതെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ അവിടെ പടത്തിൻ്റെ റിലീസിന് ഞാൻ അവിടെ നിന്ന് മുങ്ങി വന്നത്. അപ്പോൾ ഇവിടെ ദിലീപേട്ടനും അതുപോലെ തന്നെ വിനീതേട്ടനൊക്കെ വിളിച്ച് അപ്പനൊക്കെ വിളിച്ച് പറഞ്ഞ് വേണ്ട ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. പിന്നെ വേണ്ട എന്നോട് ദിലീപേട്ടൻ എന്നിട്ട് അടുത്ത പടം എനിക്ക് തോന്നുന്നു മെട്രോ എന്നൊരു പടം ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടമായിരുന്നു. ആ പടമാണ് എനിക്ക് നിവിനും സെക്കൻഡ് ഒരു പടം. അവിടെ നിന്നോളം പറഞ്ഞിട്ട് ദിലീപേട്ടൻ തന്ന പടം. വെറുതെ നിന്നോളം പറയുമല്ല ചെയ്തത്, നിന്നോളം പറഞ്ഞിട്ട് പടം തന്നു.
അങ്ങനെയാണ്. ശരി കേട്ടോ. മെട്രോ ആ ഒരു ടൈം ലണ്ടൻ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ലണ്ടൻ ട്രെൻഡിനൊക്കെ ഒരുപാട് 10 വർഷം 12 വർഷം 12, 13, 14 വർഷം പിന്നെ എന്തൊരിക്കലും പോയി ശരിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, എല്ലാം പോയി. അല്ല അന്ന് ഈ പറഞ്ഞ പോലെ ഭയങ്കര ട്രെൻഡായി വരുന്ന സമയത്തല്ലേ ശരിക്കും ഞാൻ ഓൾറെഡി അവിടെ ആയിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. ഓഡിഷൻ പോവാൻ തോന്നിയില്ല, സിനിമ വിട്ട് പോയി തോന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൺ ഓഫ് ദ ലാസ്റ്റ് റിലീസസ് ആണ്. ഈ പറഞ്ഞ പോലെ ഈ വർഷം 2023 അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സസ്പെൻസ്. ഇപ്പൊ പറഞ്ഞ പോലെ 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഒന്ന് അതിന്റെ ക്ലൈമാക്സും അതിന്റെ ഇന്റർവൽ ബ്ലോക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കണം എന്നാണ് പൊതുവെ ത്രില്ലർ സ്വഭാവത്തിൽ പറയാം. സോ അതൊക്കെ പാക്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എത്രമാത്രം ഉണ്ടായിരുന്നു? ഇല്ല, അത് ഭയങ്കര ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഈ സിനിമയ്ക്ക് മിക്കവാറും തിയേറ്ററിൽ ഇന്റർവെൽ ഉണ്ടാവില്ല. ബിക്കോസ് ദർ ഇസ് നോ ഏരിയ ടു കട്ട് ഇറ്റ്. അവിടെ ഒരു ഇന്റർവെല്ലിന് വേണ്ടി കട്ട് ചെയ്യാനൊരു സ്പേസ് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ തിയേറ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർവെല്ലിന് കട്ട് ചെയ്യാനൊരു സ്പേസ്, കാരണം ഈ മൂവിയിലേക്ക് കയറിയ പിന്നെ അന്ന് ഇറക്കി വിട്ടാൽ പ്രേക്ഷകന് പിന്നെയും അതിലേക്ക് കയറണ്ടേ. അപ്പം അങ്ങനൊരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഡ്യൂറേഷൻ ഇല്ലാത്തൊരു 1 മണിക്കൂർ 40 മിനിറ്റിൽ തീരുന്നൊരു സിനിമയാണ്. അപ്പോൾ അതൊരു ഇൻ്റർവെല്ലില്ലാതെ ബ്രേക്ക് ഇല്ലാത്ത രീതിയിലൊരു മൂവിയായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി തിയേറ്ററുകാരെ കൂടി ഒരു കൺവിൻസ് നോക്കിയിട്ട് നമ്മളൊരു വേണ്ടി വന്നാലൊരു ചെറിയൊരു ബ്രേക്ക് അതിൻ്റെ ഇടയിൽ കൊടുക്കേണ്ടി വന്നാൽ, അതായത് ഇംഗ്ലീഷ് സിനിമ പലപ്പോഴും ഇന്റർവെൽ എഴുതി കാണിക്കുന്നില്ല, ജസ്റ്റ് അങ്ങ് ഫെയ്ഡ് ആവും, എന്നിട്ട് വീണ്ടും അത് തന്നെ തുടങ്ങും. ആ രീതിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഏരിയ. പക്ഷെ ഈ പറയുന്നത് ഇപ്പൊ പൊതുവെ റൈറ്റേഴ്സ് എപ്പോഴും അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എപ്പോഴും ഇന്റർവെൽ ബ്ലോക്ക് എങ്ങനെ ആയിരിക്കണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടിരുന്നു. പക്ഷെ ഇത് കുറച്ചുകൂടെ കണ്ടിന്യൂ ആയിട്ട് എഴുതിയതാണോ? അപ്പോൾ ഈ പറഞ്ഞ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതുന്നതല്ല. ഇപ്പം ഈ സിനിമ എഴുതി ഫുള്ളാവുമ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഡയലോഗ് വേണ്ടല്ലോ എന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇന്റർവെല്ലിൻ്റെ കാര്യം. ഇതിലങ്ങനെ ഇന്റർവെല്ലിന് വേണ്ടി ഒരു പഞ്ച് കൊടുക്കാൻ വേണ്ടി ഒരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു സംഭവമല്ല, ഇതൊരു പ്രോസസ്സാണ്. ഒരു പ്രോസസ്സാണ്. ഇപ്പം നാളെ അജിൻ പെട്ടുപോയേക്കാവുന്ന ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സിൽ നിന്നും കരകയറാൻ വേണ്ടി ഏത് മനുഷ്യനും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തോ നമ്മൾ ചിലപ്പോൾ മറന്നു പോകുന്നൊരു സമയമുണ്ട്. നമ്മളവരെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ അവഗണിക്കും. പക്ഷെ അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കത് ഭയങ്കരമായിട്ട് പ്രശ്നമാവുന്നത്, അല്ലേ? അപ്പോൾ ആ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അപ്പോഴും നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇത് എൻ്റെ ലൈഫിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലായി. ഇതില്ലാതെ എനിക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് അതിനെ റീഗെയിൻ ചെയ്യാൻ വേണ്ടി പിന്നെ എന്ത് പരിശ്രമവും നടത്തും. ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ പടം തുടങ്ങി 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അതിലേക്ക് പോവാണ്. 20 മിനിറ്റിൽ എന്തായാലും പടത്തിന് ഇന്റർവെൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു സംഭവമുണ്ട്. മേ ബി തിയേറ്ററുകാർ ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഒന്ന് ഫെയ്ഡ് ചെയ്ത് ഒന്ന് റീ ഓപ്പൺ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നീലരാത്രി December 29 തിയേറ്ററിലേക്ക് എത്താണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ സിനിമയും 2023 മറ്റൊരു നല്ലൊരു സംഭവമാവട്ടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ. അപ്പോൾ ആശംസകൾ. താങ്ക് യു.